കുറിച്ചുള്ള അച്ഛൻ്റെ അഭിപ്രായം പ്രണയിക്കാനുള്ളതല്ലേ എല്ലാ ദിവസവും, പക്ഷേ ഈ ദിവസം പ്രണയിക്കാൻ മാത്രമാണ്. വാലന്റൈൻസ് ഡേനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം. ബൊക്കെ ഗംഭീരാക്കി തന്നു കേട്ടോ. സോ അങ്ങനെ അടുത്ത സാധനം മേടിക്കാനായിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. സോ ഗൈസ്, ഇറ്റ്സ് February 14th, വാലന്റൈൻസ് ഡേ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇല്ലേ? ഇന്ന് ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ മോമോന് ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട്. അവിടെ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവൾക്കറിയില്ല, സർപ്രൈസാണ്, നിങ്ങളാരും പറയരുത്. സംഭവം നല്ല പണിപ്പാളി. രാവിലെ തന്നെ അവൾ പറഞ്ഞു ഞാൻ ജിമ്മിക്കില്ല, നാളെ പോവാം. അപ്പോൾ ആകെ പ്ലാൻ തെറ്റി. പക്ഷേ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വിശേഷം സ്ക്രീനിൽ. വന്നിരുന്നു ലേറ്റായി, അതുകൊണ്ട് നീ വരുന്നില്ല എന്ന് പറഞ്ഞത്. നീ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വാലന്റൈൻസ് ഡേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയായി അല്ലേ? ഉറക്കം വന്നിരുന്നു. ആ, മടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ജിമ്മ് അല്ലേ? ആ, സോ എന്നപ്പോൾ നമ്മൾ മോർണിംഗ്. ഇത് ഞങ്ങളുടെ സ്വന്തം അണ്ണൻ. കൂട്ടാ വീഡിയോ ഒക്കെ എടുക്കും, പക്ഷേ എങ്ങനെ വീഡിയോയിലൊക്കെ കാണും, വീഡിയോയിലൊക്കെ കാണാതെ പക്ഷേ ഗ്ലാമറിലല്ലോ കാണാൻ. ജിമ്മിന്റെ പേരുണ്ടായിരുന്നു അതിനകത്ത്. ഈ എടുക്കുന്ന ബ്ലോഗിനകത്ത് കാണും ജിമ്മിന്റെ പേരുണ്ടായിരുന്നു. ഇല്ല, വാലന്റൈൻസ് ഡേനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു ദിവസം മാത്രം ആഘോഷിക്കുന്ന ഡേ അല്ല വാലന്റൈൻസ് ഡേ. എവറി ഡേ ഷുഡ് ബി വാലന്റൈൻസ് ഡേ. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ബ്ലാക്ക്. ക്യാപ്റ്റന്റെ അഭിപ്രായം വാലന്റൈൻസ് എനിക്ക് നല്ല അഭിപ്രായമാണ്. അതിനെപ്പറ്റി പറയണമെങ്കിൽ നല്ലൊരു ഇതാണ്. എൻ്റെ അഭിപ്രായം പറയും വാലന്റൈൻസ് ഡേ. അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാവില്ല. ഏയ്, അപ്പോൾ ഞാൻ എൻ്റെ അച്ചായൻ്റെ അടുത്ത് പോട്ടെ. അച്ചായോ, വാലന്റൈൻസ് ഡേനെ കുറിച്ചുള്ള അച്ചായൻ്റെ അഭിപ്രായം? പ്രണയിക്കാനുള്ളതല്ലേ എല്ലാ ദിവസവും, പക്ഷേ ഈ ദിവസം പ്രണയിക്കാൻ മാത്രമാണ്. ഇതടാ വാലന്റൈൻസ് ഡേ. കണ്ട അല്ലാതെ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. യെസ്, അങ്ങനെ ഞങ്ങൾ ഫ്രം ഗോൾഡൻ ചീനോ. സോ ഗൈസ്, ഞങ്ങൾ ഗോൾഡൻ ചീനോ breakfast time. It's special Valentine's Day breakfast. Is it? Yes, I think it is. One scrambled egg and one egg and mushroom. Yeah. അങ്ങനെ ഞങ്ങൾ വാലന്റൈൻസ് ഡേയുടെ ഫസ്റ്റ് സർപ്രൈസ് ആയിരുന്നു അത്. പക്ഷെ സർപ്രൈസ് ആയില്ലേ? രാവിലെ എൻ്റെ ജിമ്മിൽ വരാൻ കിടന്ന് ഇങ്ങനെ ഉഴപ്പാണ്. അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ പ്ലാൻ മുഴുവൻ പൊളിഞ്ഞു. അപ്പോൾ എവിടെ ഇല്ലാത്ത സർപ്രൈസ് ആയില്ലേ? ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ്. സോ ഗായ്സ്, ഞങ്ങളുടെ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഇടയ്ക്ക് ഞാനില്ലാത്തപ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ആളാണ്. സൂപ്പർ, അത് അടിപൊളിയാണ്. പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്സ്. സോ അങ്ങനെ പിന്നെ ഒരു കോഫി. അങ്ങനെ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയായി. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ജോലിക്ക് പോകണം. We had a favorite egg and mushroom croissant. അത് നല്ല ടേസ്റ്റാണ് ഇവിടെ. പക്ഷേ എക്സ്പെൻസീവ്. നമുക്ക് എക്സ്പെൻസീവ് ആണോ? ഇറ്റ്സ് അറ്റ് ദി എക്സ്പെൻസീവ് സൈഡ്. ഒരു ഡിഷൊക്കെ നല്ല ഇതുണ്ട്. ഓൾമോസ്റ്റ് 27-26 റേറ്റ് വരും. പക്ഷെ ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാം അല്ലേ?
എന്നും വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് അത് ഞാനല്ല പറഞ്ഞു, ശ്രീയ പറഞ്ഞു. ജിമ്മിലെ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ, അതിൽ ശ്രീ പറഞ്ഞിട്ട് എന്നും വാലന്റൈൻസ് ഡേ. സോ അങ്ങനെ നമ്മൾ വാലന്റൈൻസ് ഡേയിലെ കേക്ക് സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ മധുരം കഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ എനിക്ക്. അപ്പോൾ കേക്കിൻ്റെ പേര് പറഞ്ഞ് ഞാൻ നമ്മുടെ ബി ലബാൻ എന്ന് പറഞ്ഞൊരു വൈറലായിട്ടുള്ളൊരു സൗദി ഡെസേർട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പിസ്താഷോയുടെ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ട്, ഒരു സംതിങ് ലൈക്ക് ഡ്രീം കേക്ക് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് മേടിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വാലന്റൈൻസ് ഡേ ആയിട്ട്. ഒത്തിരി വിലപിടിപ്പുള്ള ഒരൊറ്റ ഗിഫ്റ്റ് മേടിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് നല്ലത് അവളിങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് മേടിക്കുമ്പോൾ സന്തോഷം കാണാൻ നല്ല രസമാണ്. അപ്പോൾ കേക്ക് മേടിക്കാനായിട്ട് ബി ലബാനിലേക്ക് വന്നു. ഇനി അവരുടെ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ട്, ഒരു ലെയറായിട്ടുള്ളത്. അപ്പോൾ അത് മേടിച്ചിട്ട് കേക്ക് മേടിക്കുക എന്നുള്ള വ്യാജേന അത് മേടിച്ചിട്ട് എനിക്കും ഇഷ്ടം അത്. അപ്പോൾ അതായിട്ടൊന്ന് കഴിക്കാം, നോക്കട്ടെ. ബി ലബാനിൽ നമ്മൾ വിചാരിച്ചത്ര റഷില്ല. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാട്ടോ. അവരിൽ പല പല വെറൈറ്റി ഓഫ് ഡെസേർട്ട്സ് ഉണ്ടെന്ന് പറയാം. ഡെസേർട്ട്സാണ്, പല പേരാണ്, നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈജിപ്ഷ്യൻ പേരാണ്, ഒരു ഈജിപ്ഷ്യൻ സ്വീറ്റാണ്, അറബിക് സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഇവരുടെ പേര് നമുക്ക് വായിച്ചെടുക്കാനും കാര്യങ്ങളും നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ മേടിച്ച കേക്കിൻ്റെ പേര് തന്നെ അൽ ഹബ ഫുഡ്സ് ചോക്ലേറ്റ്, അങ്ങനെ ഒരു പേരിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല, ഓർമ്മയിൽ നിൽക്കില്ല. വന്ന് നമ്മൾ ഫോട്ടോ കാണിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഇവിടുത്തെ എല്ലാം ഭയങ്കര സ്വീറ്റാവും. പിസ്ത ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. പിസ്ത സോസ് കാര്യങ്ങൾ നല്ല ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ ഡെസേർട്ടാണ്. ഇതിവിടെ യു എയിലുള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വാലന്റൈൻസ് ഡേയിലെ മധുരം സ്വീറ്റ് നമ്മൾ കഴിക്കുന്നത് ബി ലബാൻ. താങ്ക് യു. സോ അങ്ങനെ നമ്മളവിടുന്ന് മേടിച്ചു, കേക്ക് മേടിച്ചു. അതിനുശേഷം ഇങ്ങനെ നടന്നു പോകുന്നു. ഇത് ആക്ച്വലി ഒരു ഈജിപ്ഷ്യൻ, ലെബനീസ്, അറബ്സിൻ്റെ ഒക്കെ ഫുഡുകൾ കിട്ടുന്ന ഒരു വെറൈറ്റി കോർണറാണ്. കുറേ വൈറൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നതാണ് ബി ലബാനായിരുന്നു ഇവിടുത്തെ മെയിൻ. ക്യൂ നിൽക്കേണ്ടി വരും, രാത്രി ഈവനിങ്ങിലൊക്കെ ഒന്ന് നല്ല ക്യൂ നിൽക്കണം. അതേപോലത്തെ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള വേറൊരു സ്പോട്ടാണ് ഈ കാണുന്നത്, ഒരു ബർഗർ സ്പോട്ട്. ഇതും സൗദിയിൽ അങ്ങോട്ടായിരുന്നു. ഇവിടെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്നുണ്ട് ഇവിടുത്തെ ബർഗർ ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ആക്ച്വലി സൗദി അറേബ്യയിൽ തന്നെയായിരുന്നു. ബി ലബാനും വന്നത് സൗദി അറേബ്യയിൽ തന്നെയാണ്. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നൊരു വൈറൽ സ്പോട്ട് എന്നുള്ള പേരിൽ കുറച്ച് കഴിയുമ്പോൾ അറിയപ്പെടാനാണ് സാധ്യത. സോ അങ്ങനെ അടുത്ത സാധനം മേടിക്കാനായിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. ഇതൊരിക്കലും അവൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു ഗിഫ്റ്റ്. കാരണം ഇത് എന്തുണ്ടായിരിക്കണേന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ അവൾക്കിത് ബ്ലഷ് എന്ന് പറയും, ലേഡീസിനറിയാം. ഇപ്പോൾ അത് ഓൾറെഡി ഉള്ളത് കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് മേടിക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമുക്കിത് സമയം ഉണ്ട്, ഈ വാലന്റൈൻസ് ഡേ വരുമ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ അവൾ എക്സ്പെക്റ്റും ചെയ്തിട്ടുണ്ടാവില്ല, നല്ലൊരു സർപ്രൈസ് ആവും. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഇവരുദ്ദേശിച്ച ഷെയ്ഡ് ഇതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. മനസ്സിലായ ഉദ്ദേശിച്ച ഷെയ്ഡ്, അതിന് കുറേ കാര്യങ്ങളുണ്ട്. ചെറുതായിട്ട് ഞാൻ പഠിച്ചു. ഞാൻ ഓൾറെഡി അവൾ യൂസ് ചെയ്യുന്ന പഴയ ഷെയ്ഡിൻ്റെ ഫോട്ടോ എടുത്തു, എന്നിട്ട് അത് കൊണ്ട് കാണിച്ചു കൊടുത്ത് കമ്പയർ ചെയ്ത് സംതിങ് സിമിലർ മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ. അങ്ങനെ മാക്കിൻ്റെ ഒരു ബ്ലഷ് ചെറിയത് ഇങ്ങനെ മേടിച്ച് വലിയൊരു സർപ്രൈസാക്കി. അങ്ങനെ നമ്മൾ മാക്കിൽ കയറി. പക്ഷെ മാക്കിൽ കയറിയപ്പോൾ ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസിൽ നിന്ന് അവൾക്ക് വേണ്ട സാധനം തിരഞ്ഞെടുക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ കണ്ട, ഇപ്പോൾ എനിക്ക് വേണ്ട കളറ് ഇതാണ്, അതേപോലെ ഇതുണ്ട്. ഒരു സെയിം സാധനം തന്നെ എനിക്ക് അവർ ഓൾമോസ്റ്റ് 4-5 ഓപ്ഷൻസ് തന്നെ. കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഇതും സംതിങ് നൈസാണെന്ന് തോന്നുന്നു. സോ ഗിഫ്റ്റ്, സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ പറയുന്നു, സർപ്രൈസ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഗൈസ്, സാധനം കിട്ടി.
സാധനം കിട്ടി മാക്. ഓക്കെ ബൊക്കെ ഗംഭീരാക്കി തന്നു കേട്ടോ. സോ ദിസ് ഈസ് ദ